സ്തോത്രം ചെയ്യുന്നു. और भी एक बार एक फोर प्रभु ने हमारे लिए दिया, प्रभु उठकर प्रभु को महिमा देने के लिए अवसर दिया। इसी कारण मैं मसीह को धन्यवाद देता हूँ। ഈ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ये वचन की घोषणा सेवकाई के लिए सभीयों को और आह्वानित करते हैं। ഇന്ന് നാം ചിന്തിക്കുന്നത് യെഹെസ്കേൽ പ്രവചനത്തിലുള്ളതായ ചില കാര്യങ്ങളത്രേ. എസെക്കിയേൽ പ്രവചനം. आज मनन करने के लिए मन में आया यहेजकेल की पुस्तकों में से चंद बात हम देखेंगे। എസെക്കിയേൽ ഒരു ഹോം മിഷണറി ആയിരുന്നു. और यहेजकेल ने घर की सेवकाई करने वाले थे। മറ്റ് ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ ചൈനയിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ പോയി പ്രവർത്തിക്കുന്നതായ ഒരു കാര്യമല്ല, സ്വന്തം ജനത്തിന്റെ ഇടയിൽ വചനം പറയുന്നതിന് വേണ്ടി എത്ര ദൈവം അദ്ദേഹത്തെ നിയോഗിച്ചത്. और यहेजकेल ने या चाइना या अन्य देशों में जाकर सेवकाई के लिए नहीं, अपना स्वयं अपना वो लोगों का बीच में सेवकाई करने के लिए उन्होंने आग्रह की है। അദ്ദേഹം ഒരു പ്രവാസിയായിട്ട് അല്ലെങ്കിൽ അടിമയായിട്ട് ബാബേലിലേക്ക് പോവുകയും അവിടെ അടിമകളായിട്ട് കഴിഞ്ഞതായ യഹൂദന്മാരോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കുകയും ചെയ്തു. यहेजकेल ने ऐसा परदेशी होकर प्रयाण यात्रा में थे, वो लोगों के बीच में अपने स्वयं जन के बीच में सेवकाई के लिए समय आगे रखा है। എസെക്കിയേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആലോചന അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് തന്റെ ദൗത്യം. അത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത് പോലെ അതിന്റെ റിസൾട്ട്, താൻ പറയുന്നതിന്റെ റിസൾട്ട് ഒക്കെ തരുന്നത് പരിശുദ്ധാത്മാവത്രേ. और यहेजकेल ने ऐसा वचन देता है, जिन पर कान हो वो सुन ले इत्यादि बातों में अपने लोगों का बीच में भविष्यवाणी देता है, लेकिन उसका काम कार्य पवित्र आत्मा की अगुवाई से होता है। എസെക്കിയേൽ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ തന്റെ ജനത്തോടൊപ്പം കഷ്ടത അനുഭവിക്കുവാൻ തക്കവണ്ണം തകർന്ന ഒരു ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. यहेजकेल को यहोवा ने एक अच्छे हृदय दिया, स्वजन और मसीह के यहोवा की ओर फिरे और यहोवा की मधुरवाणी सुने और यहोवा को अपनाए। ये बात उनका मन में सोच विचार किया, भविष्यवाणी दिया। യേശുക്രിസ്തുവിൻ്റെതായ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി അവൻ തന്റെ ഹൃദയം തകർന്നവനായിട്ട് നാം കാണുന്നു. यहेजकेल की ना यीशु मसीह का बारे में भी हम सोच विचार करेगा तो अपना मन हृदय टूट फूट कर हमारे लिए जान दिया, जीवन दिया, वो ही मसीह है। ദൈവത്തിന്റെ വേല ചെയ്യുന്നതായ ദാസന്മാരും ഇതുപോലെ തകർന്ന അവസ്ഥയിൽ എത്രേ ദൈവത്തിന്റെ വേല ചെയ്യുന്നത്. आजकल दिनों में हम देते हैं मसीह के लिए सेवकाई में आगे कदम लगाया हुआ जो पवित्र लोग यहेजकेल की नाई अपना जीवन बिताते हुए सेवकाई में आगे बढ़ते रहते थे. പലവിധമായ മുന്നറിയിപ്പുകൾ ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ നൽകിയെങ്കിലും ഇസ്രായേൽ ജനങ്ങള് വിഗ്രഹാരാധനയിലേക്ക് നീങ്ങി. कई प्रकार की चेतावनी दिया, लेकिन इस्राएलियों ने अपने अपने रास्ता पर ढूंढा है, रास्ता पर चला है. അതുകൊണ്ട് അവരെ ദൈവം പണിഷ് ചെയ്യുന്നതിന് തീരുമാനിച്ചു, ബാബേലില് പ്രവാസികളായിട്ട് അയക്കുകയുണ്ടായി. इसी कारण में इस्राएलियों को परदेशी होकर बाबेल की ओर भेजा है, दंड पाया है. ഇന്ന് ആധുനിക ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ നിരവധിയായിട്ടുള്ളതായ വിഗ്രഹങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. आजकल दिनों में नए तौर से यीशु को अपनाया, ग्रहण किया, आगे आया. ये लोगों का हृदय में कई प्रकार की मूर्ति पूजा की काम कार्य भी हो रहा है. അത് ഭൗതികമായിട്ടുള്ളതായ വിഗ്രഹങ്ങളല്ല എങ്കിൽ തന്നെയും പല കാര്യങ്ങളിലും ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് അവരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. आर्थिक तौर पर विजय पाया और धन कमाया,
लेकिन परमेश्वर ने अंधकरण की हृदय की गहराई से जितनों ने मसीह को ग्रहण किया अपनाया है इसके बारे में जानकारी है। എസെക്കിയലിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുക എന്നുള്ള മാത്രമാണ്. एसेकिएल की जिम्मेदारी है यहोवा परमेश्वर से मांगते हैं अपने लोगों को देते हैं। പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ പലപ്പോഴും നമ്മൾ തടസ്സപ്പെടുത്താറുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഒരു രൂപാന്തരം വരുത്തുവാൻ തക്കവണ്ണം വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ നാം അതിനെ തടയാറുണ്ട്. पवित्र आत्मा के कार्य आजकल दिनों में हमारा जीवन में दिया देता है लेकिन अपने आप को वो रुकता है, लेकिन फिर भी मसीह ने हमारे उनकी आत्मा की तरह से काम किया करता है। വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമല്ലയോ എന്ന്. धर्मशास्त्र में ये वचन दिया है, परमेश्वर की वचन परमेश्वर मसीह ही है, वो हम खोया जाया गया अच्छा है। പല കാര്യങ്ങളും നാം മോഹിക്കുന്നത് കൊണ്ട് ദൈവത്തെക്കാൾ അധികമായ സ്ഥാനം ചില കാര്യങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നത് കൊണ്ട് അത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമായി തീരുന്നു. और हमारा जिंदगी में विश्वास त्याग कर कर अपना जीवन की वश में और रहते हैं, मसीह को स्थान अवसर नहीं देते हैं, मसीह से भी बढ़कर जीना चाहते हैं, अधिकार को मांगते हैं, इसी कारण में महिमा से रहित हो जाता है। അതുകൊണ്ട് ഇസ്രായേൽ ജനങ്ങളുടേതായ അവരുടെ ദേവാലയത്തിലും അതുപോലെ അവരുടെ പ്രധാനപ്പെട്ടതായ പട്ടണങ്ങളിലൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടമായി. इसी कारण में यहोवा परमेश्वर की निवास स्थान में से जो महिमा हट गई है और मसीह की यहोवा परमेश्वर की काम कार्य उन्हीं में से अलग हो गई है। ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വിഗ്രഹാരാധനയൊക്കെ ഇവർ ആരംഭിച്ചതിന്റെ പേരിൽ അവരെ ദൈവം ത്യജിച്ചു കളഞ്ഞു. അവരുടെ ദൈവത്തിന്റെ മഹത്വം ആ നഗരത്തിൽ നിന്നും, യെരുശലേം നഗരത്തിൽ നിന്നും, യെരുശലേം ദേവാലയത്തിൽ നിന്നും അത് മാറിപ്പോയി. यहोवा परमेश्वर ने लोगों को चुन लिया, यहूदियों को, इस्राएलियों को, लेकिन उनका आराधनालय छोड़ दिया है, अपने अपने काम कार्यों में जीवन आगे रखा, इसलिए परमेश्वर उनको त्याग की है। അവരുടെ പ്രവാസത്തിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ പാപമത്രേ. उन्होंने अन्य देशों में परदेशी होकर जाने के लिए रास्ता यही है, उनका अपराध पाप है। അവരെ യഥാസ്ഥാനപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് അവർക്ക് ഒരു മാനസാന്തരവും ആവശ്യമായിരിക്കും. ദൈവത്തിലേക്ക് स्थिर जिंदगी माना मिलना चाहता है तो उनका हृदय यहोवा की ओर एक चित्त एक मन से होना चाहिए। എസെക്കിയേലിന്റെ പ്രവചനം 37-ാം വാക്യത്തിൽ അവിടെ കാണുന്നത് എസെക്കിയേൽ കാണുന്നതായ ഒരു ദർശനം അത്ര. एसेकिएल की पुस्तक 37वां अध्याय में हम देखते हैं एसेकिएल ने एक दर्शन देख रहा है। അവിടെ നാം കാണുന്നത് എന്താണ്? ഉണങ്ങിയ അസ്ഥി താഴ്വര അത്രേ. वहां पर हम देखते हैं सूखी हुई हड्डियों की तराई। 37-ാം അധ്യായം ആദ്യത്തെ 1-2 വാക്യങ്ങൾ വായിക്കുന്നു. 27वां अध्याय पहले और दूसरा अध्याय पद में हम आगे आए। യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കിയും അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയും ഇരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. यहेजकेल की पुस्तक 27वां अध्याय पहले और दूसरा पद हम मनन करेगा तो यहोवा की शक्ति मुझ पर हुई और वह मुझसे अपना आत्मा समवा कर बाहर ले आ गया
और मुझे तराई के बीच खड़ा कर दिया। वह तराई हड्डियों से भरी हुई थी। तब उसने मुझे उसके चारों ओर घुमाया और तराई की तह तह पर बहुत सी हड्डियों थी और वह बहुत सुखी थी। ഇവിടെ ഇസ്രായേൽ ജനങ്ങളും അത് എന്താണ് ഈ അസ്ഥി താഴ്വരയിൽ കിടക്കുന്നു എന്ന് പറയുന്നു. അതായത് വിവിധ രാജ്യങ്ങളിൽ ഇസ്രായേൽ ജനങ്ങൾ പ്രവാസികളായിട്ട് അത് പോകേണ്ടി വന്നു. അവിടെയൊക്കെ ആ ജനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് ശവക്കല്ലറയിൽ കഴിയുന്ന ഒരവസ്ഥയത്രേ. और इसराइलियों ने परदेशी होकर पराया देश में गया और वहां पर और आत्मिक तौर से कुछ जागृति नहीं इसी कारण में यहेजकेल ने कहते हैं तराई में सूखी हड्डी ज्यादा है। അവര് പല രാജ്യങ്ങളിൽ ഇങ്ങനെ താമസിക്കുന്നുണ്ട് എങ്കിലും ജീവിക്കുന്നുണ്ട് എങ്കിലും അവര് അടക്കം ചെയ്ത അവസ്ഥയിലായിരുന്നു. और कई राज्यों में फटकिया है और वहां पर आत्मिक जागृति है ही नहीं। उसको कब्रिस्तान में दबाने की कारण तक हो गया है। इसकी अर्थ आत्मिक कुछ जागृति उन्हीं पर है ही नहीं है। ഈ അസ്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന് മജ്ജയില്ല, അതുപോലെ അതിന് എന്താണ് മാംസവുമില്ല. ये हड्डियों को हम देखे हैं तो उसको और चमड़ी नहीं, मांस नहीं, उसमें कोई जीवन की हाल भी है ही नहीं। എന്നാൽ നമ്മുടെ ആധുനിക ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ മജ്ജയും മാംസവും ഉണ്ടാവുകയും നമുക്ക് ഒരു ഉണർവ്, റിവൈവൽ ഉണ്ടാവുകയും ചെയ്യും. ये चेतावनी यही देते हैं। आजकल दिनों में ईसाई लोग सूखी हड्डी की न्याय है, लेकिन पवित्र आत्मा मनुष्यों पर आते हैं, हमें जीवन देता है, हड्डियों जोड़ देते हैं। ये मसीह की मंडली को दर्शाता है। എന്നാൽ ഈ പ്രവാസത്തിൽ നിന്നും ഒരു മടങ്ങി വരവുണ്ട് എന്ന് ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തു. ये यहोवा परमेश्वर ने यहेजकेल के द्वारा एक प्रतिज्ञा यही दी, वो प्रवासी होकर परदेशी होकर रहेगा तो तुमको इकट्ठा करने के लिए एक समय यहाँ पहुंची है, इसके बारे में चेतावनी दी है। ഈ ജനത്തിന് ഒരു പ്രത്യാശയുമില്ല, ഒരു പ്രതീക്ഷയുമില്ല, തങ്ങൾക്ക് ഒരു രാജ്യം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം സാധ്യമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചില്ല. ये इस्राएलियों ने परदेशी होकर रहते हैं, इनको कभी भी मन में सोच विचार नहीं था। कभी भी इकट्ठा होएंगे, एक चित्त होएंगे, एक मन होकर आराधना करेंगे, उनका मांस और हड्डियों जोड़ देंगे, एक बड़ा संज्ञा उत्पन्न होएगा, इसका बारे में कोई जानकारी नहीं था। ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നതായ യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുന്നത് വ്യക്തിയുടേതല്ല, മറിച്ച് ഒരു ദേശത്തിന്റെയും വിടുതലിനെ കുറിച്ച്, ഒരു ദേശത്തിന്റെ യഥാസ്ഥാനത്തെ കുറിച്ച് അത്ര പറഞ്ഞിരിക്കുന്നത്. यहाँ पर ये अध्याय में ये पाया जाता है, ये यहूदियों विभिन्न राज्यों में तितर बितर होकर रहते हैं, इसको इकट्ठा करेंगे, एक राज्य उनको देते हैं, एक यहोवा परमेश्वर को सच्चाई से आराधना करेंगे इत्यादि कोई चिंता नहीं। लेकिन यहाँ पर कहते हैं आएगा, एक जगह पर इकट्ठा होएगा, आत्मा तुम्हारे में काम किया करेगा। ഈ പരദേശികളായി ജീവിക്കുന്നതായ ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഭാവിയും ഇല്ല. परदेशी होकर प्रयाण यात्रा में है, जो यहूदियों को कुछ आशा है ही नहीं है। ഇത് പ്രത്യാശയില്ലാത്തതായ ഒരു അവസ്ഥയത്ര അവരുടെ ജീവിതത്തിൽ കാണുന്നത്.
आशा सिवा रहने वाला एक झुंड का बारे में वहां पर हम देखते हैं, पाया जाता है। ഈ വചനം കേൾക്കുന്നതായ നാം പലപ്പോഴും നമ്മുടെ ഇന്നത്തെ അവസ്ഥ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ഇതുപോലെ തന്നെയായിരിക്കും, പ്രത്യാശയില്ലാത്തതായ അല്ലെങ്കിൽ ഇനിയൊരു മടങ്ങി വരവുണ്ട് എന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കാം ചിലരുടെ അവസ്ഥ. प्यारों में ये बात चेतावनी देता है, मनुष्यों का आजकल की स्थिति यही है, और उठाने के लिए कोई रास्ता नहीं रहेंगे। आत्मा हमारे में नहीं എന്നാൽ नहीं कार्य ഏതവസ്ഥയിൽ करेंगे, हमारा जिंदगी भटकाया है, और ये कभी भी परमेश्वर का आत्मा की अगुवाई से आ नहीं सकता है। എന്നാൽ നാം ദൈവത്തിന് സകലവും സാധ്യമാണ്. നാം മടങ്ങി വരുമ്പോൾ അഥവാ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതായ സന്തോഷവും സമാധാനവും ഒക്കെ മടക്കി തരുന്നതിന് കർത്താവിന് കഴിയും. ये वचन आपको देता है, कभी भी हमारा मन टूट फूट हो गया, वापस आने के लिए कोई रास्ता है ही नहीं, हमारा जिंदगी इसी प्रकार बर्बाद हो जाता है, हमारा जीवन को कुछ अनुग्रह की रास्ता नहीं, इत्यादि बातों में हम गुड़गुड़ाकर गिड़गिड़ाकर हमारा जिंदगी बिता रहा है। അതുകൊണ്ട് ആശ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച അവസ്ഥയിൽ ആകുന്നു എങ്കിൽ ഇനി എനിക്ക് ഒന്നും മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ല, ഇനി പ്രതീക്ഷിക്കൊരു വകയുമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയോട് ദൈവാത്മാ പറയുകയാണ്, ദൈവം എഴുന്നേൽക്കുമ്പോൾ സകലവും സാധ്യമായി തീരും എന്ന്. यारो यार वही वक्त ये संदेश देना चाहता है, हम सोच विचार करते हैं हमारा आशा हट गई है, हमारा आग्रह चल गई है, हमारे में से कुछ काम नहीं होएगा, और एक परमेश्वर की वचन चेतावनी देता है, हो सकता है मसीह ने हमें वापस लाता है, हमारा हृदय में आत्मा को छपाता है, आत्मा से भरपूरी होता है, और एक बार और भी आत्मा से जागृति हमारे अंधकरण में परमेश्वर देता है। പഴയ തലമുറയിലുള്ള നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവർ ആഴമായ ദൈവവിശ്വാസം അവർക്കുണ്ടായിരുന്നു. हमारा पुरखाओं को हम देखते हैं, इतनी गहराई से उनका विश्वास था, इनका हृदय के अंदर इतना गहराई से आत्मा की काम कार्य खोद कर रखा। प्यारो आजकल की पीढ़ियों ये आत्मा की जागृति प्रभु ने हमें वापस दिया देंगे। വളരെ കഷ്ടങ്ങളുടെയും ഞെരുക്കത്തിന്റെയും ഇല്ലായ്മകളുടെയും മധ്യേ അവരുടെ മക്കൾക്ക് വേണ്ടി അവർ പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. हमारा बाप दादों ने माता पिताओं ने भूखे रहते हैं, वो पहने नहीं है, इत्यादि गरीब हाल में हमारा मसीह की आत्मा की सामर्थ्य को जोर से हाथ पकड़ा, हमारे परंपराओं के लिए दिखाया, कमाया, खिलाया, वो बात आजकल की पीढ़ी प्राप्त करता है। അവർ വിശ്വസിച്ചു ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും എന്ന്. उन्होंने इतनी आशा की विरोध में आशा रखा, हमारा मसीह की महिमा हमारा साथ संग होवे तो हमारा परंपरा, हमारा पीढ़ी का काम कार्य आशीष अनुग्रह से आगे आ जाएंगे। വളരെ ദാരിദ്ര്യ അവസ്ഥയിലൂടെ അത്രേ നമ്മുടെ മാതാപിതാക്കൾ കടന്നുപോയത്. बहुत कंगाल हाल से हमारा माता पिताओं पुरखाओं ने बीत गई है। അവരുടെ മക്കളെ കുറിച്ച് അവർക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. लेकिन इतनी अकाल कंगाल पाते जाते रहते हैं, लेकिन उनका आगे पीढ़ियों के बारे में वो जागते ही है। ദൈവത്തിന് തങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ തക്കവണ്ണം തലമുറകളെ അനുഗ്രഹിക്കുവാൻ കഴിയും എന്ന് അവർ വിശ്വസിച്ചു. हमारा परमेश्वर को हमारा स्थिति बदल डालेंगे, हमारा पीढ़ियों को आगे बालकों को प्रभु ने हाथ में लेकर इस्तेमाल करेगा, ये आशा के विरोध आशा करके उन्होंने विश्वास की है.
എന്നാൽ ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് തീരുമാനിച്ചു കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് ഒരു പഴയ അവസ്ഥയിലേക്ക് ഒരിക്കലും പോകുവാൻ കഴിയത്തില്ല എന്ന് നിരാശ നിറഞ്ഞ ഒരു അനുഭവത്തില് ഈ ജനമായിരുന്നപ്പോഴത്രേ ഈ എസെക്കിയേൽ പ്രവാചകൻ അവരുടെ അടുക്കലേക്ക് ദൂതുമായിട്ട് കടന്നു ചെല്ലുന്നത്. यहेजकेल भविष्यवक्ता के समय में उस जमाने में जो इस्राएलियों ने कितना थे, वो लोग ने यही विश्वास किया कभी भी हमारा जिंदगी को सुधरेगा नहीं, हमारा पीढ़ियों को उद्धार नहीं होएगा, हमारा ये हड्डी और अच्छे रीति पर नहीं आएगा, हमारा जिंदगी बर्बाद हो गया है. അതിനു മുമ്പായിട്ട് പ്രവാചകനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന്. उसके पहले यहोवा परमेश्वर ने यिजकियेल को यही बात पूछताछ की और यिजकियेल को पूछा, ये हड्डियों सुधरेगा, जिएगा और यहोवा को मानेगा. അപ്പൊ ആ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇല്ല എന്നോ ഉണ്ടെന്നോ അദ്ദേഹം പറഞ്ഞില്ല. ये सवाल को जवाब देने के लिए मिलेगा नहीं मिलेगा, सकता है हो नहीं सकता है, ये बात सवाल जवाब को सवाल नहीं दिया. പ്രവാചകൻ പറഞ്ഞത്, കർത്താവെ നീ അറിയുന്നുവല്ലോ എന്ന് അങ്ങോട്ട് ദൈവത്തോട് ചോദിക്കുകയാണ് ചെയ്തത്. यहोवा परमेश्वर ने यिजकियेल को पूछताछ की, तब यिजकियेल की मन इतनी टूटी फूटी है, इसी कारण में यिजकियेल यहोवा को पूछा है, हमको कहीं नहीं सकता, अर्थ वर्ता नहीं है, ये लोग आगे आएगा, लेकिन ये यहोवा सब कुछ तुमको जानकारी है. ആ ചോദ്യത്തിന് മുമ്പില് പ്രവാചകൻ പറയുകയാണ് ഇല്ല, നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന് ഒരു വിശ്വാസവും ഇല്ല എന്ന് വരും. वो यहोवा ने पूछताछ की, वो बात को है नहीं कहेगा, ये बात आएगा तो ये भविष्यवक्ता का जीवन में भी कोई आशा और विश्वास है नहीं, ये कहेंगे. വളരെ ബുദ്ധിപൂർവമായിട്ടുള്ളതായ ഒരു മറുപടിയാണ് പ്രവാചകൻ ദൈവത്തിന് കൊടുത്തത്. बहुत बुद्धि समझकर और भविष्यवक्ता ने यहोवा को जवाब दिया है. പ്രവാചകൻ പറഞ്ഞു, കർത്താവെ അങ്ങ് അറിയുന്നുവല്ലോ എന്ന്. भविष्यवक्ता ने यही जवाब दिया, मुझे पता नहीं है, यहोवा को जानकारी है. അതിന്റെ അർത്ഥം എന്താണ്? എനിക്കറിയില്ല, പക്ഷെ അങ്ങേക്ക് അറിയാമല്ലോ. इसके अर्थ यूं है, मुझे पता नहीं है, यहोवा को जानकारी है. എന്നാൽ ഇവിടെ ദൈവം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളതായ പിന്നെ എന്താണ് ആ സിറ്റുവേഷൻ, അത് ദൈവത്തിന് നന്നായിട്ട് അറിയാം അതിന്റെ ഉത്തരം. और ये भविष्यवक्ता यहोवा की ओर जवाब देने का समय है, यहोवा को हो सकता है मनुष्य की तरफ से कुछ काम नहीं होएगा. ഇവിടുത്തെ ചോദ്യം ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നാണ്. यहाँ की सवाल यही है, ये सूखे हुए हड्डियों जीते जाते रहेगा है नहीं है. 1-2 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് അതേ പ്രശസ്തമായ പിന്നെ ഒരു സഭയുടേതായ സെമിത്തേരി ഉണ്ടായിരുന്നു. कई वर्षों का पहले त्रिवेंद्रम सिटी में एक ऐसा मृतकों को दफनाने के लिए सेमेट्री था. പാറ്റൂരുള്ളതായ പ്രസിദ്ധമായ സെമിത്തേരിയാണ്. पाटूर नाम में एक जगह है, वहां पर सुप्रसिद्ध सेमेटेरी थे. റോഡ് വികസനം വന്നപ്പോഴെല്ലാം ഈ സെമിത്തേരികളെല്ലാം റോഡിന്റെ നടുവിലായി. ये रोड बनाने के लिए म्युनिसिपालिटी ने काम किया, तब ये पुनरुत्थान भाग दो रोड के बीच में आ गया. അതുകൊണ്ട് സഭാ അധികാരികളും ഗവൺമെന്റും ഒരു ധാരണയിലെത്തി. उसी समय मंडली की अधिकारियों और गवर्नमेंट वालों में एक बात में सोच विचार कर इसके बीच में आया. ഈ പരേതന്മാരുടേതായ അസ്ഥികളെല്ലാം അവിടുന്ന് പിന്നെ കുഴിച്ചെടുത്ത് വേറെ ഒരു സ്ഥലത്ത് എല്ലാം കൂടി കൊണ്ടുവന്ന് മൂടി വയ്ക്കാൻ കുഴിച്ചിടാമെന്ന് തീരുമാനിച്ചു. और ये सेमेट्री में, ये पुनरुत्थान भाग में मरे हुए दफनाई दिया, जो लोगों को हड्डियों वहां से खोद कर
दूसरा एक स्थान में डालकर उसको संभालेंगे, ये सोच विचार की है। ഈ അസ്ഥികളെ കുറിച്ച് പറയുമ്പോൾ അതിന് വളരെയധികം സങ്കടകരമായിട്ടുള്ളതായ പല കഥകളും പറയാനുണ്ട്. ये हड्डियों के बारे में पूछताछ करेगा, वो दुख की भरी बात कहने के लिए बाकी है। ഈ അസ്ഥികൾ ഒരു ജനതയുടേതായ അത് ആം, അവരുടെ ചരിത്രം അത്രേ പറയുന്നത്. ये हड्डियों एक पीढ़ियों का, मानव जातियों का इतिहास करता है। അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഈ അസ്ഥികൾക്ക് അറിയാം. ये हड्डियों का हिस्सा आ गया है, वो जिंदे रहते हैं वो लोगों का जानकारी है। അവർ നന്നായിട്ട് ജീവിച്ചിരുന്നവരാണ്. എന്നാൽ ഒരിക്കൽ എന്തോ ചില സംഭവങ്ങൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. भले भक्ति से बहुत सारे लोग अच्छे रीति पर जिया, लेकिन इसका बीच में कुछ गड़बड़ आ गया है। അവരുടെ ജീവിതം അത് നശിച്ചു. उनका जिंदगी नाश हो गया। അവർ അസ്ഥികൾ മാത്രമുള്ളതായ ഒരു താഴ്വരയായിട്ട് മാറി. उनकी केवल हड्डियों की एक तराई बन गया है। ചില ഭയാനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ അവർക്ക് മരണം സംഭവിച്ചു. और एक भयचित होकर जिया, वो जाने का मुसाफरी में उनका जीवन में कुछ हानि पहुंचा है। ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. आगे कुछ प्रतीक्षा की समय नहीं मिलेगा। അതുപോലെ ഇസ്രായേൽ ജനങ്ങൾ വിചാരിച്ചു ഒരു 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 ദേശം, ഒരു രാജ്യം എന്നുള്ളതായ അവരുടെ ആഗ്രഹം ഇനി സഫലമായി തീരുകയില്ല എന്ന്. इसराइलियों ने ये बात सोच विचार की, हमारा जिंदगी में बढ़ने का, उड़ने का और आगे आने का कोई रास्ता हमारे पर नहीं है। എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ, എന്നിൽ പ്രത്യാശ വയ്ക്കുകയാണെങ്കിൽ, ദൈവത്തിൽ നാം പ്രത്യാശ വയ്ക്കുകയാണെങ്കിൽ എത്ര മാത്രം ബുദ്ധിമുട്ടുള്ളതായ സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ പുറത്തെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. यहाँ पर मसीह की वजन यही होता है, तो कितना दुर्घटना में है, शोक में, क्लेश में, वो भोग में, कुछ भी हो, तुम मसीह की ओर मन बढ़ाओ, तुम जीने के लिए अवसर दिया देंगे। എത്ര കഠിനമായ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് കഴിയും. कितनी कठोरता की बात आगे आएगा तो भी हमें वहां पर से उठाया झिलाकर और मसीह ने उपयोग करने के लिए ला सकता है, ये वचन वहां पर दिया है। ശാപത്തിന് കീഴിലായിരുന്ന ഒരു ജനത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമാക്കി മാറ്റുവാൻ തക്കവണ്ണം ഈ ദൈവത്തിന് കഴിയും. श्राप या पाप या अपराध में झुके हुए लोगों को मसीह की ओर लाकर अच्छे तराई बनाने के लिए मसीह को हो सकता है। നമ്മുടെ പരാജയങ്ങളെ ജയമാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. हम पराजित हैं सोच समझेगा तो विजय पाने के लिए प्रभु ने हमें इस्तेमाल करेगा। ഈ അസ്ഥികളെ പോലെ നമ്മിൽ പലരുടെയും ജീവിതങ്ങൾ നോക്കുമ്പോൾ അത് പ്രായോഗികമായിട്ട് മരിച്ച അവസ്ഥയിലായിരിക്കുന്നു. കാരണം നാം ഒരു വഴിയും കാണുന്നില്ല. ये सोच समझे, ये सूखे हड्डियों को देखा है, भविष्यवक्ता ने यही बात यूं कहा है, हमारी ऐसी नहीं, हमारा जिंदगी में ऐसी प्रकार की हाल होता है तो मसीह की वचन हमें चेतावनी देता है, ऐसा असंभव की बात संभव कर दे सकता है। അങ്ങനെ ജീവിതം വഴിമുട്ടി വരുമ്പോൾ ചില ആളുകൾ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ജീവിതം തന്നെ നശിപ്പിച്ചു കളയും. हमारा मुसाफिरी की रास्ता सीमा डाल दिया है, जिंदगी में हम उठेगा नहीं, जिंदगी में हमारा जीवन को सफलता में ला नहीं सकते, ये सोच समझकर अपना आपकी जिंदगी को, जीवन को खो जाने देते हैं। എന്നാൽ നമ്മുടെ കർത്താവിൻ്റെതായ നമ്മുടെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ കർത്താവിന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുവാനുള്ളതായ പല ഉദ്ദേശങ്ങളുമുണ്ട്. जानकारी ले देता है, हमारा जिंदगी को खो गया समझ ली, हम अपना तरफ से जाएगा तो सोचे मसीह को हमारा हाथ को उनके हाथ में लेकर हमको इस्तेमाल करने के लिए बाकी है।
നാം ദൈവത്തിന്റെ കാഴ്ചപ്പാടുള്ളവരായി തീർന്നെങ്കിൽ കൊള്ളായിരുന്നു. हम मसीह की दर्शन में रहेगा तो कितनी फला था। അത് നമുക്ക് കാണുവാൻ കഴിയാത്തതായ പല കാര്യങ്ങളും ദൈവത്തിന് കാണുവാൻ കഴിയും. हमारा ये आंख की ये पुतली में देख नहीं सकता है, बहुत सारे बात हमारे मसीह को हमारे हाथ में लेकर इस्तेमाल करने के लिए हो सकता है। നാം ആത്മഹത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വയം നശിക്കുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തിന്റെ കയ്യിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് എങ്കിൽ ദൈവത്തിന്റെ ഗൈഡൻസ് നമുക്ക് ലഭിക്കും. हम कोई अपना तरफ से अपराध करने का या और अपना स्वयं जीवन त्याग करने का सोच विचार करने वाले आज चेतावनी देते हैं, हमारा मसीह हमें हाथ में लेकर इस्तेमाल करेगा। എന്നാൽ ആധുനിക ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ എസെക്കിയേലിനെ പോലെ അത്രയും ബുദ്ധിയുള്ളവരല്ലായിരുന്നു. और प्रारंभ समय में ईसाई लोग एजेकिएल की इतने विश्वास में दृढ़ नहीं थे। ആധുനിക ക്രിസ്ത്യാനികള് എസെക്കിയേലിനെ പോലെ അത്രയും ബുദ്ധിയുള്ളവരല്ല. और उसी जमाने की ईसाई लोग एजेकिएल की इतना बुद्धिमान नहीं थे। ഈ തകർന്ന കുടുംബത്തിന് ഇനി രക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഒരിക്കലും ഇവർ കരകയറത്തില്ല എന്ന്. वो लोगों को देखते हुए, ऐसे भटके हुए लोगों को देखते हैं, कई ने यही बात बताता है, ये लोगों को उद्धार मिलेगा, बच जाएगा, मसीह को अपनाएगा, ऐसा कहेगा तो कभी भी सुधरेगा नहीं, ये बात जवाब दे सकते हैं। വിശ്വാസ വീരന്മാരുടേതായ സാക്ഷ്യങ്ങൾ നാം കേൾക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എത്ര വലിയ കഠിനമായ ശോധനയിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും ഇല്ലായ്മകളുടെയും വീഴ്ചകളുടെയും മധ്യേ ദൈവം അവരെ അത്ഭുതകരമായിട്ട് കരം പിടിച്ച് ഉയർത്തിയതായ അനുഭവങ്ങൾ. हमारा पुरखाओं को 2 या 3 पीढ़ियों के पहले लोगों को देखेगा तो उनका विश्वास देखते हुए हमको जानकारी है आजकल पीढ़ी को परमेश्वर ने इतना इस्तेमाल करते हैं, उपयोग करते हैं, विश्वास में लाते हैं। ഇവിടെ പ്രവാചകനോട് ദൈവം കൽപ്പിച്ചത് ഈ അസ്ഥികളോട് നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവരോട് പറയുക എന്ന്. यहाँ पर वचन दिया है, एजेकिएल को यहोवा परमेश्वर ने वचन दी, ये सूखे हुए हड्डियों को भविष्यवाणी दी तूने दे। ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. सूखे हड्डियों यहोवा की मधुरवाणी सुने। നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെക്കാളും അധികം ശക്തിയുള്ളതത്രേ ദൈവത്തിന്റെ ശക്തി. हमारा सारे शक्ति सामर्थ्य बुद्धिमान इससे भी अधिक बढ़कर यहोवा परमेश्वर की शक्ति हमारे में काम करते हैं। നമ്മുടെ പ്രത്യാശയില്ലാത്തതായ ആശയറ്റതായ അവസ്ഥയില് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. हमारा आशा पूरा बुझ गई है नहीं है, हम निराशा में है, वैसी हाल में यहोवा परमेश्वर की आत्मा हमारे पर काम किया करता है। യഹോവയുടെ വചനം പറയുക എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയിൽ നാം വചനം പറയുകയാണെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. पुराना नियम में यह वचन दिया है, यहोवा की शक्ति सामर्थ्य से आत्मा से बातचीत कर, ऐसा होवे तो आजकल दिनों में पवित्र आत्मा की अगुवाई से वचन दिया दो, ऐसा हो तो आत्माओं को बचा ले सकता है। ഈ അസ്ഥി താഴ്വരയുള്ളതായ അസ്ഥികൾക്ക് സമാനമായിട്ടുള്ളതായ ജീവിതത്തിലൂടെ നാം കടന്നു പോകുന്നു എങ്കിൽ അത് പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവ വചനം ഈ അസ്ഥികളോട് പറയാം. ये एजेकिएल के समय में तराई में इतने सूखे हड्डी, आशा सिवा और आशा है नहीं, ये हाल में आजकल दिनों में हम जाएगा तो सोच समझे और ध्यान दे, मसीह की आत्मा हमारे में आएगा तो सूखा हड्डी जीते जाते रहेंगे। ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് ആത്മാവാകുന്നു. परमेश्वर की वचन यही है, आत्मा है। അത് ജീവനാകുന്നു.
वो जिंदा है, जीवन है। അത് ദൈവത്തിന്റെ ദൈവശ്വാസീയമായിട്ടുള്ള, ഇൻസ്പയർഡ് ബൈ ഗോഡ്സ് പവർ. यहोवा परमेश्वर के मुंह से बाहर निकला हुआ उच्छ्वास है। ये वचन जीते है। ഈ വചനം, ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്, കാരണം അതില് ദൈവത്തിൻ്റെതായ ശക്തി അടങ്ങിയിരിക്കുന്നു. ये वचन को शक्ति सामर्थ्य है, कारण यही है यहोवा परमेश्वर की शक्ति इस पर गुप्त है। ഒരുപക്ഷെ നമുക്ക് ആ സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ കഴിയില്ലായിരിക്കാം, അത് സത്യമാണ്. എന്നാൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ये वचन सच्चाई है, सत्य है। परमेश्वर को काम कार्य हो सकता है, लेकिन हमारा विश्वास के आधार पर ये प्रभुता करता है। നമ്മുടെ മുമ്പുള്ളതായ ആ എരിഹോ മതിൽ പോലുള്ളതായ മതിലുകൾ തകർന്നു വീഴും നാം വചനം പറയുമ്പോൾ. हमारा सामने इतनी खिला की नाई रुकावट डालते हैं, कई प्रकार के प्रश्न के साथ है। हमारा परमेश्वर की आत्मा के सामर्थ्य में काम किया करेगा तो वो ढाल सकते हैं। യഹോവയാൽ പടക്കുട്ടത്തിന് നേരെ നമുക്ക് പാഞ്ഞു ചെല്ലുവാൻ കഴിയും. भजन संगीता वाला ने यूं कहा है, यहोवा की वचन की शक्ति सामर्थ्य के साथ इतनी बड़ा और झुंड की वो बदले जाए। നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ സാധ്യതകൾ മാത്രമാണുള്ളത്. हमारा परमेश्वर के सामने साध्य बात है, हो सकता हुआ बात है। എന്നാൽ പിന്നെയും ആ സാഹചര്യങ്ങൾ മാറ്റമില്ലാതെ തുടരുകയാണ് എങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി ശക്തീകരിക്കുന്നതിന് വേണ്ടി ദൈവം അനുവദിച്ചതാകാം. और ये बात यूं है, परमेश्वर की आत्मा से हम जागते हुए प्रार्थना में लवलिन लगेगा तो जरूर परमेश्वर की आत्मा हमारे में काम किया करते रहेंगे। പരിശുദ്ധാത്മ ശക്തിയാൽ നാം ദൈവ വചനം പറയുമ്പോൾ അത് സന്ധി മജ്ജകളെയൊക്കെ തുളച്ചു കയറി അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്നത്രേ. और हम पवित्र आत्मा की भरपूरी से तो प्रभु की आत्मा की वश में रहकर परमेश्वर के लिए आगे बढ़ना, जीना, और प्रभु की का हमारा हड्डियों, मांस और मज्जा के अंदर ऐसी अंदर घुसकर हमारा जीवन को बदल डालते हैं। അതെ, ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ അത് രോഗികൾ സൗഖ്യമാകുന്നു. मसीह की वचन कहने के समय बीमारी, रोगियों चंगाई हो जाता है। നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന വ്യക്തികൾക്ക് പ്രത്യാശയുണ്ടാകുന്നു. और निराशा में लोग रहते हैं, प्रभु के वचन कहने के समय और उनको आशा मिलता है। അതെ, സാഹചര്യങ്ങളെ നോക്കി അഥവാ നമ്മുടെ മുമ്പിലുള്ളതായ അസ്ഥികളെ നോക്കിയിട്ട് നമുക്ക് പ്രവചിക്കാം, നമുക്ക് അതിനോട് സംസാരിക്കാം. और आशा सिवा जाने वाले लोगों को चारों तरफ देखते हुए उसकी और भविष्यवाणी हम दे, वो लोग जिएंगे, मसीह के लिए आएंगे। ഏലിയാ പ്രവാചകൻ, നമുക്ക് സ്വഭാവമുള്ളതായ ഒരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞപ്പോൾ മഴ നിന്നു. याकूब के पत्र में वचन दिया है, एलिया भविष्यवक्ता हमारा स्वभाव की आधार वाले हैं, लेकिन उन्होंने चेतावनी दी और बरसात बंद हो गया है। യോശുവ യുദ്ധത്തിന് ജയിക്കുന്നതിന് വേണ്ടിയും പ്രകൃതിയെ നിയന്ത്രിച്ചു. അതെ, സൂര്യൻ അവിടെ നിൽക്കുവാൻ പറഞ്ഞു, അതുപോലെ ചന്ദ്രനെയും അവിടെ നിൽക്കുവാൻ കൽപ്പിച്ചു. और यहोशू की आज्ञा से सूर्य और चंद्र खड़ा हो जाओ कहा, वो दोनों रुक गया है। യേശു കടലിനെ ശാസിച്ചു, തിരമാലകളെ. यीशु मसीह ने दरिया को, समुद्र को ढांढ दिया है। യേശു പറഞ്ഞു ഈ നമ്മുടെ മുമ്പിലുള്ളതായ മല പോലുള്ള പ്രശ്നങ്ങളെ നോക്കി സംസാരിക്കുവാൻ. यीशु ने ये वचन दिया, पहाड़ की नाई तुम्हारा सामने प्रश्न होता है तो तू परमेश्वर की आत्मा से भविष्यवाणी दे, हट जाएंगे। യേശു അതിവൃക്ഷത്തെ ശപിച്ചു, അത് ഉണങ്ങിപ്പോയി. यीशु मसीह के समय जंजीर के वृक्ष को श्राप दे दी, ये सूख गई है।
അതേ അധികാരം നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്നു. ये अधिकार हुक्म प्रभु मसीह ने हमारे हाथ में दी गई है. നമ്മൾ എന്താണ് വിധേയന്മാരല്ല, അല്ലെങ്കിൽ പരാജയപ്പെട്ടവരല്ല, മറിച്ച് നമ്മൾ പരാക്രമശാലികൾ അത്രേ. शायद हम सोचे हरे हुए एक व्यक्ति नहीं, हम शूरवीर लोग हैं. ക്രിസ്തു നമ്മിൽ വസിക്കുന്ന, ജയാളിയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നമ്മളും ജയാളികൾ അത്രേ. जयवंत मसीह हमारे में वास करता है, इसी कारण में हम जयशाली है. വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. നമ്മൾ ജയാളികൾ. हम विजय पाया हुआ विजय लोग हैं. രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകാൻ, ഈ രോഗത്തിന് നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. രോഗത്തിന്റെ മേൽ നമുക്ക് ജയമെടുക്കുവാൻ കഴിയും. ये बीमारी हाल से हम जाएगा तो वो दुनियादारी बात काम कार्य से हमको विजय पा सकते हैं. ദൈവത്തിന്റെ അധികാരവും ശക്തിയും പ്രാപിച്ചതായി ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ് നാം ഓരോരുത്തരും. मसीह की शक्ति सामर्थ्य पाकर आगे जाएगा तो हम जयशाली जयवंत वाले हैं. ഇവിടെ എസെക്കിയേലിനോട് ദൈവം പറയുന്നത്, എസെക്കിയേലേ, നീ ഒരു ബാലനൊന്നും അല്ല. यहेजकेल की ओर यहोवा ने कहा तू बालक है ही नहीं. ഒരു മകൻ, ദൈവ മകൻ എന്ന നിലയിൽ നിനക്ക് അധികാരമുണ്ട്, നീ സംസാരിക്കുക എന്ന്. ये यहोवा परमेश्वर पिताजी है, पिताजी के पुत्र समझ कर तू बातचीत कर. എന്നാൽ ഇവിടെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എസെക്കിയേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവമേ, അത് അങ്ങ് തന്നെ അത് കൈകാര്യം ചെയ്താൽ മതി എന്നത്രേ എസെക്കിയേൽ പറയുന്നത്. ये यहेजकेल ने सीधा साधा बात बताता है, हो नहीं सकते हैं, लेकिन आप कहेगा तो हो सकता है. അപ്പൊ ദൈവം വിട്ടുകൊടുത്തില്ല. ദൈവം അവനോട് പറഞ്ഞു, എസെക്കിയേലിനോട് പറയും, എസെക്കിയേൽ, ഇറ്റ് ഇസ് അപ് ടു യു, ഇത് നീ തന്നെ ചെയ്യണം. ये यहेजकेल तू ये बात छोड़ना नहीं, तू ही करना. അതുകൊണ്ട് നമുക്ക് അധികാരത്തോടുകൂടി നാം കൽപ്പിക്കുമ്പോൾ, ആജ്ഞാപിക്കുമ്പോൾ സാഹചര്യങ്ങൾ മാറ്റിമറിക്കപ്പെടും. वो इसी बात मान लेगा तो हमारे अधिकार के साथ हुक्म देगा तो संभव हो जाता है. അത് ഈ അസ്ഥികളോട് പ്രവചിക്കുവാനാണ് പറഞ്ഞത്. ये सूखे हड्डियों को भविष्यवाणी दे. നാം ദൈവ വചനം പ്രാഗൽഭ്യത്തോടുകൂടി അധികാരത്തോടുകൂടിയും സംസാരിക്കുമ്പോൾ നാം പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. परमेश्वर के वचन अधिकार धीरता से, शक्ति सामर्थ्य से कहेगा तो उसको आज्ञा है. ഒരുപക്ഷെ നമ്മുടെ പ്രശ്നം ഒരു രോഗമായിരിക്കാം. शायद वो हमारा प्रश्न एक बीमार हो. നാം കാണുന്ന അസ്ഥി നമ്മുടെ രോഗമായിരിക്കാം. हमारा हड्डी वो बीमार होगा. സാമ്പത്തികമായ വിഷയമായിരിക്കാം. ബാങ്ക് അക്കൗണ്ട് കാലിയായതായിരിക്കാം നമ്മുടെ പ്രശ്നം. धन दौलत की कमी के कारण से होगा. ആരോഗ്യ പ്രശ്നമായിരിക്കാം നമ്മുടെ അസ്ഥി. हमारा तंदुरुस्ती के बारे में होगा हमारा हड्डी. ശരീരം വളരെ ബലഹീനമായിരിക്കുന്നു, അതായിരിക്കാം ഈ നമ്മുടെ അസ്ഥിയുടേതായ പ്രശ്നം. हमारा शरीर एकदम दुर्बल हो गया है, यही है, ये हड्डी होगा. അപ്പൊ നാം വചനം പറയുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് മാറ്റി മറിക്കുവാൻ കഴിയുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. हमारा मसीह का वचन घोषणा करेगा तो हमारा शरीर को परमेश्वर ने बदल डाल देता है. ഇതുവരെയും ഈ ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രത്യാശയുമില്ലായിരുന്ന ജനങ്ങൾക്ക് അവർക്ക് ഒരു വിടുതൽ കൊടുക്കുന്നതിന് ദൈവത്തിന് പ്ലാനുണ്ട്. अभी तक इस्राएलियों के बारे में कोई आशा नहीं, सूखे हड्डी है, लेकिन आगे भविष्यवाणी दिया है. आशा की विरोधों में परमेश्वर ने बहुत बड़ी आशा दी है. അതെ, പ്രവാസത്തിലായിരുന്ന ഈ ജനത്തെ സ്വന്തം നാട്ടിലേക്ക് മടക്കി കൊണ്ടുപോകുവാൻ തക്കവണ്ണം സൈറസ് എന്ന് പറയുന്ന രാജാവിനെ അവൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം അവനെ കുറിച്ച് കൽപ്പിച്ചിരുന്നു. इस्राएलियों की जिंदगी बदल डालने के लिए ये यहेजकेल ने जीने का पगले सरसना में एक भाषा को परमेश्वर ने नियुक्त किया था. നാം ദയനീയമായിട്ട് സാഹചര്യങ്ങളുടെ മധ്യേ പരാജയപ്പെട്ട് വീണ് കിടക്കുന്നവരായി കാണുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. आप मसीह को अपनाया है, ग्रहण किया ये लोग
नीचे गिरकर गिरावट में रहने के लिए नहीं, जीते जाते परमेश्वर की झंडा पकड़कर आ रहे सिर रखने के लिए प्रभु की बुलाहट हमें दी है। സാഹചര്യങ്ങളുടെ മധ്യേ ഒരു സിംഹത്തെ പോലെ ചാടി എഴുന്നേൽക്കുവാൻ, ഗർജിച്ച് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. जिंदगी की हारने के समय एक सिंह की नाई उन्होंने छड़कर उनको आवाज देने वाले की नाई होना चाहिए मसीह की लोग। പ്രവാചകൻ ഈ അസ്ഥികളോട് സംസാരിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. भविष्यवक्ता ने यीशु के हड्डी के साथ बातचीत की, तब क्या हो गया ये बात हम देखेंगे। അപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു, അവയുടെ മേൽ ഞരമ്പും മാംസവും വരുന്നതും ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്റെ ശ്വാസമായി ഇല്ലാതിരുന്നു. കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര പ്രവചിക്കുക, കാറ്റിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേന്ന് 4 കാറ്റുകളിൽ നിന്നും ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി തീർന്നു. 11 വരെയുള്ള വാക്യങ്ങൾ. यहाँ पर ये वचन दिया है, तब उसने मुझसे पूछा, हे मनुष्य के संतान, क्या ये हड्डियों जी सकते हैं? मैंने कहा, हे परमेश्वर यहोवा, तू ही जानता है। तब उसने मुझसे कहा, इन हड्डियों से भविष्यवाणी करके कह, हे सूखी हड्डियों, यहोवा का वचन सुनो। परमेश्वर यहोवा इस हड्डियों से ये कहता है, देखो मैं आप तुम पर श्वास समाऊंगा और तुम जी उठोगी। मैं तुम्हारी नसें उपजाओ कर मांस चढ़ाऊंगा और तुमको चमड़े से डूबूंगा और तुम में सांस समाऊंगा और तुम जी जाओगे। हाँ, और तुम जान लोगी कि मैं यहोवा है। आगे ये वचन है, भविष्यवाणी दी, हड्डियों के साथ जोड़ दी। वहां पर तराई में बहुत सारे बड़ा भीड़ जमा हो गया है। പ്രവാചകൻ ഈ അസ്ഥികളോട് വചനം സംസാരിച്ചപ്പോൾ ഈ അസ്ഥികളെല്ലാം തന്നെ ഒരു വലിയ സൈന്യമായി തീർന്നു. भविष्यवक्ता ने भविष्यवाणी सूखी हड्डियों के साथ बताया, तब वहां पर ये हड्डियों का साथ जोड़ दिया, वहां पर एक सेना होगा तराई बन गया है। നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നതായ, നമ്മെ ഭയപ്പെടുത്തുന്നതായ ഈ പരാജയങ്ങളെ നോക്കിയിട്ട്, ഈ അസ്ഥികളെ നോക്കിയിട്ട് നമുക്ക് അതിനോട് ദൈവവചനം സംസാരിക്കാം. അപ്പോൾ ഒരു വലിയ സൈന്യമായിട്ട് മാറും. आज ये वचन आपकी ओर पहुंचाना मैं चाहता हूं। यही वचन है, हमारा चारों तरफ सूखी हड्डी की नाई रहते हैं, उन्हीं की ओर भविष्यवाणी हम दे, वो लोग जिएंगे, विश्वासी गणों आगे बढ़ेंगे। നാം ദൈവവചനം സംസാരിക്കുന്നതിന് തയ്യാറാവുന്നില്ല എങ്കിൽ, നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയിട്ട്, നമ്മുടെ പരാജയങ്ങളെ നോക്കിയിട്ട്, നമ്മുടെ അസ്ഥി താഴ്വരെ നോക്കിയിട്ട് ദൈവവചനം ശക്തിയോടുകൂടി നാം സംസാരിക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അവ ഒരു അസ്ഥിയായി, ഒരു സൈന്യമായി തീർന്ന് നമുക്കെതിരെ ഫൈറ്റ് ചെയ്യും. आज ये वचन की चेतावनी यही है, अपने आप को स्वयं ये जीने का मधुरवाणी लोगों को सुनाने के लिए आग्रह नहीं किया करेगा तो हमारा शब्द नहीं सुनने के लिए रास्ता कहां पर हुई, वो वहां पर की हड्डियों प्रबल हो जाएंगे, हमारा विरोध में लड़ने के लिए आ जाएंगे। എനിക്ക് ഒരു സദ്വർത്തമാനം നിങ്ങളോട് പറയുവാനുണ്ട്. യു ആർ എ പ്രോഫറ്റ്. ये मेरे को आपकी ओर एक भविष्यवाणी देने के लिए है। നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കിയിട്ട്, അസ്ഥികളെ നോക്കിയിട്ട് വചനം പറയുവാൻ തയ്യാറാവുകയാണെങ്കിൽ അതിന്റെ സാഹചര്യങ്ങളെല്ലാം മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ये ले लो, ये बात समझ लो,
हम यीशु के हड्डियों का देखते हुए पीछे हटेगा तो कुछ काम नहीं होएगा, लेकिन उनका विरोध में भविष्यवाणी दे दो, पर ഇത് तराई में लोग आगे जनेंगे। അതെ, വചനം ശക്തിയോടുകൂടി പറയുവാൻ തയ്യാറാകാത്തത് കൊണ്ട് അനേകം വിശ്വാസികൾ ഇന്ന് പരാജയപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു. वचन सामर्थ्य के साथ कहने के लिए हक नहीं, और आगे बढ़ता नहीं है तो विश्वासी अविश्वासी बन जाता है। പഴയകാല അവസ്ഥകൾ പലതും നമുക്ക് എതിരായിട്ടുള്ളതായ കാര്യങ്ങൾ ഉണ്ടാകാം. पुराना समय में जो कुछ हो गया वो बात आजकल भी होगा, എന്നാൽ കർത്താവ് സകലവും പുതുതാക്കുന്നു. लेकिन मसीह ने हमें नए तौर से बनाते हैं। ദൈവത്തിന്റെ അധികാരവും ശക്തിയും പ്രാപിച്ചതായ ദൈവത്തിന്റെ ദാസന്മാരും ദാസിമാരും അത്രേ നമ്മൾ. और मसीह की आत्मा प्राप्त किया हुआ परमेश्वर की दास दासियों है हम। ജീവിതത്തിൽ നിന്നും പരാജയപ്പെട്ട് അത് രാജിവെച്ച് പിന്മാറുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അധികാരത്തോടു കൂടി വചനം പറയുവാനത്രേ. मसीह की वचन सुनते हुए हम दम जाना नहीं, अधिकार के साथ, अधिकारियों के अधिकार के साथ हम सुसमाचार की घोषणा के लिए आगे बढ़े। मसीह हम आए हाथ में लेकर इस्तेमाल करेंगे। ആകയാൽ ഈ ഈ വചനം കേട്ടതായ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലും അവരുടെ അവസ്ഥകൾ ദൈവം മാറ്റുവാൻ പോകുന്നു. आज सुबह के वक्त ये वचन सुना हुआ प्यारो, ये वचन हम सभांग जीवन को बदल डालने के लिए रास्ता हाल है। ദൈവം ഈ വചനങ്ങൾ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. मसीह ये वचनों से हम सबों को आशीष दे। आमीन।